ബന്ധിച്ച കാലത്ത്, പട്ടിണിയുള്ള കാലത്ത്, സ്വോത്രം വയറ് നിറച്ച് ആഹാരമില്ലാത്ത കാലത്ത് ഞങ്ങൾ കരഞ്ഞപ്പോൾ സ്വർഗം ഇറങ്ങി വന്നത് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ദൈവത്തെ ഒന്നോടെ സ്തോത്രം ചെയ്തേക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധി, ആ സാന്നിധ്യം ഉള്ളിടത്ത് നടക്കുന്നത് എത്ര വലിയ കാര്യമാണ്. സാന്നിധ്യത്തിന്റെ വില എത്ര വലുതാണെന്നൊക്കെ ഉള്ളത് ഒരു പ്രഭാഷണ വിഷയം തന്നെയാണ്. അതൊക്കെ കർത്തൃദാസന്മാരുടെ ചിന്തയ്ക്ക് വിട്ടിട്ട് ഞാൻ സ്തോത്രം പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. സ്തോത്രം. അതിനേക്കാൾ മുമ്പൊരു വാക്ക് പറയട്ടെ. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം, പത്രോസിന്റെ അനുഭവത്തിലൂടെയാണ് താൻ ഇതെല്ലാം രചിച്ചിരിക്കുന്നത്. സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഒരു ചിത്രമെഴുത്തുകാരന് ചിത്രം വരയ്ക്കണമെങ്കിൽ ഒരു പ്രതലം ആവശ്യമാണ്. ഒരു കുപ്പി പെയിന്റ് ഒരു ബ്രഷോടെ കൊടുത്തിട്ട് ഈ അന്തരീക്ഷത്തിൽ പടം വരയ്ക്കാൻ പറഞ്ഞാൽ സ്തോത്രം എത്ര മിടുക്കൻ പടം വരക്കാരനാണെങ്കിലും ഈ അന്തരീക്ഷത്തിൽ പടം വരച്ച് പിടിപ്പിക്കാൻ ഒക്കെയല്ല. ഒരു പ്രതലം വേണം. ഒരു ഷീറ്റ് പേപ്പറോ ഒരു ചുവരൊക്കെ ഉണ്ടെങ്കിലേ പടം വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ സ്വർഗത്തിന് ദൈവം ഏൽപ്പിച്ച ദൂത് പൊതുജന സമക്ഷം അവതരിപ്പിക്കണമെങ്കിൽ ഒരു ക്യാൻവാസ്, ഒരു പശ്ചാത്തലം വേണം. സ്തോത്രം. ചിലപ്പോൾ അറിവിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ ഈ ശാസ്ത്രീയ പശ്ചാത്തലത്തിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ സ്തോത്രം ഒരുപക്ഷെ ഉപദേശ വിഷയത്തിലൂടെ ആയിരിക്കാം. എന്നാൽ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം കടൽ മുക്കുവനായി ജീവിച്ച ആ മനുഷ്യൻ അറിവിൽ കുറഞ്ഞവനും ജ്ഞാനത്തിൽ സ്തോത്രം ശ്രേഷ്ഠനുമല്ലായിരുന്നു. പൗലോസിന്റെ എഴുത്തിനെ കുറിച്ച് അദ്ദേഹം അതിശയോക്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. പൗലോസിന്റെ പല എഴുത്തുകളും നമുക്ക് പോലും പിടികിട്ടാത്തതാണ് ഈ ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. കാരണം പൗലോസ് എഴുതിയതെല്ലാം തൻ്റെ അനുഭവത്തെക്കാൾ അപ്പുറം തൻ്റെ ജ്ഞാനത്തിൽ നിന്നാണ് എഴുതിയത്. എന്നാൽ പത്രോസിന്റെ എഴുത്തിന്റെ പ്രത്യേകത, പത്രോസിനെ ഏൽപ്പിച്ച ദൈവത്തിന്റെ ദൂതെല്ലാം പത്രോസ് തൻ്റെ അനുഭവത്തിലൂടെ എഴുതിയത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം. ഹല്ലേലൂയ. സുവിശേഷം പറയാൻ, ദൈവത്തെ ഉയർത്താൻ ഒത്തിരി അറിവൊന്നും വേണമെന്നില്ല. ഏറ്റവും ഫലിക്കുന്നത് അനുഭവത്തിൽ എന്ന് പറയുന്നതാണ്. ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ പറയാം, വിശ്വസിക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തെ സുവിശേഷമാക്കാൻ, നിന്റെ കഷ്ടതയെ 4 ആത്മാക്കളെ നേടുന്ന വിഷയമാക്കാൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചൂണ്ടയിടുന്ന കണ്ടിട്ടുണ്ടോ? കൊച്ചു മീനെ കോർത്തിട്ടിട്ട് വലിയ മീനെ പിടിക്കുന്നത് പോലെ ഒരുപക്ഷെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലര് ദൈവത്തിന്റെ ചൂണ്ടയിൽ കോർത്ത് കിടക്കുകയാണെങ്കിൽ സ്വർഗം ഇന്ന് രാത്രി എന്നോട് പറയാൻ പറയുന്നു, ഒരു പുൽപ്പിറ്റിനും പറയാത്തതുപോലെ നിന്നെ ദൈവം വേദനിപ്പിക്കുന്നതല്ല. സ്വർഗത്തിലെ ദൈവം നിന്റെ വേദനകളെ ചില കുടുംബങ്ങളെ വിടുതലാക്കി മാറ്റാൻ സ്വർഗത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി ഒരു ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുമ്പോൾ അതങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ പറയുന്ന എത്ര പേരുണ്ട്? ചില വേദനകളും കഷ്ടതകളോ ചിലരുടെ വിടുതലിന് കാരണമാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പത്രോസ് തൻ്റെ ലേഖനത്തിൻ്റെ പ്രൗഢമായിരിക്കുന്ന സംഹിതകളെല്ലാം എഴുതിയിരിക്കുന്നത്. ഞാൻ അത് മാത്രം എൻ്റെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ, സ്തോത്രം. ഹല്ലേലൂയ, ഞാൻ ഈ ലേഖനത്തെ മാത്രം അരിച്ചു പറക്കി മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് പരിശുദ്ധാത്മാവിനെ ബോധിപ്പിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. അടുത്ത കാലത്ത് പല ഉണർവ് യോഗത്തിലൊക്കെ ഞാൻ കൊച്ചു കൊച്ചു പ്രസംഗങ്ങളിൽ ആ കാര്യം പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പറയാൻ പോകുന്ന വിഷയത്തിലേക്ക് കിടക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ അനുഭവത്തിലൂടെ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന അതിപ്രധാനമായിരിക്കുന്ന 3 പ്രധാനപ്പെട്ട വാക്കുകൾ പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നോടെ ഞാൻ ആവർത്തിക്കാം, എന്നെ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് വേണ്ടി. സ്തോത്രം. പത്രോസ് തൻ്റെ ലേഖനത്തിനകത്ത് തൻ്റെ ഗുരുവും രക്ഷകനും തന്നെ താനാക്കി മാറ്റാൻ വേണ്ടി കടൽ ചൂര് മാറ്റി, സ്തോത്രം, പടകും വലയും വിട്ട് ദൈവത്തിൻ്റെതാക്കി മാറ്റി യഹൂദന്റെ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തു, എങ്ങനെയാ, വെറും യേശു അല്ല, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ലോകത്തിന്റെ രക്ഷകനും കർത്താവുമാക്കി എന്ന് പരീശന്മാരോടും പുരോഹിതന്മാരോടും മുഖത്ത് നോക്കി പറയാൻ, യഹൂദന്റെ മീതെ നിന്ന് പറയാൻ, സ്വർഗത്തിലെ ദൈവ യോഗ്യനാക്കിയ തന്റെ ഗുരുനാഥനെ അവതരിപ്പിക്കാൻ, വീണ്ടെടുപ്പുകാരനെ അവതരിപ്പിക്കാൻ, രക്ഷകനെ അവതരിപ്പിക്കാൻ പത്രോസ് മറ്റാരും പറയാത്ത 3 വാക്കുകൾ ഉപയോഗിച്ചു. ഹല്ലേലൂയ. എത്ര പേര് എൻ്റെ കൂടെ നിന്ന് സ്തോത്രം പറയുന്നുണ്ട്? സ്തോത്രം. പെന്തിക്കോസുകാരായ പേരിൽ ചില ഒച്ചേ പറഞ്ഞാൽ അറിയാതെ സ്തോത്രം പറഞ്ഞു പോകും. സ്തോത്രം. അങ്ങനെ ഒച്ചേ പറഞ്ഞ് സ്തോത്രം പറയിപ്പിക്കില്ല. ഇന്ന് രാത്രി ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്, പക്ഷെ ഇവിടെ അത് ചെയ്യത്തില്ല. സ്തോത്രത്തിൻ്റെ കാരണം ഇന്ന് രാത്രി എന്നോട് പറയാൻ പറഞ്ഞിരിക്കൊരു ദൂതുണ്ട്, സമയത്തിന് ചുരുക്കമുണ്ട്. ഇത് രണ്ടും കൂടി പരിഗണിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് സ്തോത്രം പറയുവാണെങ്കിൽ മാത്രം പറയണം. ഒന്നോടെ പറയാം, മറ്റാരും പറയാത്ത 3 വാക്കുകൾ യേശുവിനെ പരിചയപ്പെടുത്താൻ പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്.
സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് അല്ലെങ്കിൽ കർത്താവിന്, സ്തോത്രം, ത്രിയേക ദൈവത്തിന് വേദപുസ്തകത്തിനകത്ത് ഏകദേശം 300ഓടത്തോളം പേരുകളുണ്ട്. 300ഓടത്തോളം നാമങ്ങളോ പേരുകളോ. സ്തോത്രം, ഒരുപക്ഷെ ദൈവം താൻ വെളിപ്പെടുത്തിയതായിരിക്കാം, അതല്ലെങ്കിൽ സ്നേഹം കൊണ്ടോ ബന്ധം കൊണ്ടോ അനുഭവം കൊണ്ടോ വേദപുസ്തകത്തിൻ്റെ എഴുത്തുകാർ, അനുഭവസ്ഥരായിരിക്കുന്ന ആളുകൾ ദൈവത്തെ വിളിച്ചതായിരിക്കാം. അങ്ങനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുമായി ഏകദേശം 300ഓളം പേരുകൾ വേദപുസ്തകത്തിനകത്തുണ്ട്. അയ്യോ, നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ സ്തോത്രം, നിങ്ങൾ തെറ്റ്. ഞാൻ 300 ദൈവം ഉണ്ടെന്നല്ല പറഞ്ഞത്. ദൈവം ഒരുവനുള്ളൂ, പക്ഷെ ദൈവത്തിന് ഒരുപാട് പൊസിഷൻ ഉള്ളത് കൊണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, ആ ദൈവത്തിന് 300ഓടത്തോളം പേരുകളുണ്ട്. നിങ്ങളുടെ ആ പിരിമുറുക്കം മാറ്റാൻ വേണ്ടി ഒരു 5-6 ഞാൻ സാമ്പിൾ പറയാം. സ്തോത്രം, കേൾക്കണേ. വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? ഉന്നതൻ, ഉയർന്നവൻ, ശാശ്വതവാസി, പരിശുദ്ധൻ എന്ന നാമമുള്ളവൻ, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, അത്യുന്നതൻ, സർവശക്തൻ, യഹോവ, സൈന്യങ്ങളുടെ യഹോവ, ഭയങ്കരൻ. ഇതൊക്കെ ദൈവത്തിന്റെ പേരാ. യേശുക്രിസ്തുവിനാണെങ്കിൽ കർത്താവ്, യേശുക്രിസ്തു, മശിഹ, ഇമ്മാനുവേൽ, ആമീൻ, ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ, വാതില്, പുനരുദ്ധാനം, ജീവൻ, സ്തോത്രം എന്നിത്യാദി, മുന്തിരിവള്ളി, സ്തോത്രം. പിന്നെ എന്തൊക്കെ എത്രയോ പേരുകളാ യേശുവിന് കിടക്കുന്നത്. ഇങ്ങനെ എല്ലാം കൂടി നമ്മളെല്ലാം കൂടി തപ്പിപ്പറയ്ക്കാൻ കിട്ടും 10-100 പേര്. പിന്നെ എല്ലാവരും കൂടി ആഴമായിട്ട് അന്വേഷിച്ചാൽ 300-ലധികം പേരുകൾ വേദപുസ്തകത്തിനകത്ത് ദൈവത്തിന്, ത്രിയേക ദൈവത്തിന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് ദൈവത്തിന് പേരിട്ടതിൽ ഏറ്റവും മിടുക്കൻ പഴയ നിയമത്തിലെ ദാവീദായിരുന്നു എന്ന്. അദ്ദേഹം ഇട്ട പേരൊക്കെ ഗൂഗിൾ തപ്പി നമ്മുടെ പിള്ളേർക്ക് പേരിടും പോലെ ഇട്ടതല്ല. സ്തോത്രം, പല പേരുകളും അദ്ദേഹത്തിൻ്റെ അവരുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് ഇട്ടതാ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ദാവീദ് ദൈവത്തെ വിളിച്ച ചില പേരാണ്: എൻ്റെ പാറയായ ദൈവം, എൻ്റെ പരിചയായ ദൈവം. ഓർത്ത് നോക്കിയ സ്നേഹം കൂടിക്കൂടി നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ പരിചയ പാറയെന്നൊക്കെ വിളിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? വൈകുന്നേരം ഈ പ്രസംഗം കേട്ട് വീട്ടിൽ ചെന്നിട്ട് അച്ചായനോട് പാറേ കഞ്ഞിവെള്ളം പെട്ടെന്ന് ചോദിച്ചാൽ, സ്തോത്രം, സൂക്ഷിച്ച് ചോദിക്കണം, അല്ലെങ്കിൽ ചിലപ്പോ പാറ, പരിച, പലക എന്നൊക്കെ ദൈവത്തെ വിളിച്ചിട്ടും ദൈവം പറഞ്ഞില്ല വിളിച്ചത് വിളിച്ചു, മേലിൽ വിളിക്കരുത് എന്ന് ദൈവം പറഞ്ഞില്ല. അതൊക്കെ ദൈവം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ രൂപരേഖകളാക്കി മാറ്റി. അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ആരാണ്ടും പറഞ്ഞു കേട്ട് വിളിച്ചതല്ല, വല്യപ്പച്ചൻ വിളിച്ചത്, കൊച്ചുമക്കൾ വിളിച്ചതല്ല. ഇവരൊക്കെ അത് വിളിച്ചത് അവരുടെ അനുഭവത്തിൽ നിന്ന് വിളിച്ചതാണ്. വിശദീകരിക്കാൻ നേരമില്ലാത്തൊരു രാത്രിയാണെങ്കിലും ആവേശത്തോടെ സ്വർഗത്തിലെ ദൈവത്തെ വിളിക്കാൻ, സ്തോത്രം, കൊതിയേറിയിരിക്കുന്ന എൻ്റെ അപ്പാന്ന് വിളിക്കാൻ, രക്ഷകാന്ന് വിളിക്കാൻ പുസ്തകത്തിൽ പ്രിന്റ് ചെയ്തതുകൊണ്ടോ പാരമ്പര്യമായിട്ട് വിളിച്ചു പോകുന്നത് കൊണ്ടല്ല, അവനവന്റെ അനുഭവത്തിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ ദൈവം സൗഖ്യദായകനാണ്, എൻ്റെ ദൈവം രക്ഷകനാണ്, എൻ്റെ ദൈവം പരിചയാണ് എന്ന് വിളിക്കുന്നത് അനുഭവത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഇന്ന് രാത്രികാലം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ നിൽക്കുന്ന തീച്ചൂളക്കകത്ത് നിന്നുകൊണ്ട് നിന്റെ ദൈവത്തെ വിളിക്കാൻ നിനക്കൊരു പുതിയ പേര് അനുഭവത്തിൽ നിന്ന് തരാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാത്രികാലം അനുഭവത്തിൽ നിന്ന് എൻ്റെ ദൈവം ആരാണെന്ന് എന്നോട് ആരും പറയണ്ട. ഞാൻ അവനെ അനുഭവിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളോട് പറയാം, 2024 അനുഭവത്തിൽ നിന്ന് വിളിക്കാൻ സ്വർഗ നിന്നെ അനുവദിക്കട്ടെ. ഞാൻ ആത്മാവിൽ ഇത് പറയുമ്പോൾ നിന്റെ കുഞ്ഞിന്റെ വിഷയമാകട്ടെ, കുടുംബത്തിന്റെ വിഷയമാകട്ടെ, ഏതൊരു വിഷയമാണെങ്കിലും നാഥ, എന്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് എന്റെ ദൈവം എനിക്ക് ഇത് ചെയ്തു തന്നു എന്ന് ഉറപ്പോടെ പറയാൻ സ്വർഗം എനിക്കൊരു അനുഭവം തരണമെന്ന് ആ തീച്ചൂളക്കകത്ത് നിൽക്കുന്നവർ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കേൾക്കുന്ന കൂടെ ഞാൻ ആത്മീക വെളിപ്പാടാ പറയുന്നത്. സ്വർഗം നിനക്ക് ദൈവത്തെ വിളിക്കാൻ ഒരനുഭവം. ഹല്ലേലൂയ. ആരോടൊക്കെയോ സ്വർഗം ഇന്ന് രാത്രി ഒരുപക്ഷെ ഓൺലൈനിലായിരിക്കും. പുനരൂർ അനുഗ്രഹിക്കപ്പെട്ട സഭയുടെ മുറ്റത്ത് തടിച്ചുകൂടിയിരിക്കുന്ന നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ ഈ ദൂത് ഓൺലൈൻകാർ കൊണ്ടുപോകും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര ലോക്കൽ സഭകൾ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രികാലം സ്വതന്ത്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അദാലത്ത് നടത്തുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിൽ കെട്ടിക്കിടക്കുന്ന ചില വിഷയങ്ങൾ നിന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ
ജീവിതത്തിൽ സഭകളിൽ കെട്ടിക്കിടക്കുന്ന വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിങ്ങൾക്കൊരു പുതിയ അനുഭവം തരാൻ, ഹല്ലേലൂയ, ദൈവത്തെ ഒന്നോടെ രുചിച്ചറിയാൻ യേശുവിന്റെ നാമത്തിൽ ഒറ്റപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടോ? ഏറെ സങ്കടമുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടോ? ഏതോ നീചന്മാർ കള്ള കേസ് കൊടുത്ത് നിന്നെ പുറത്ത് വിടത്തില്ലെന്ന് വെല്ലുവിളിച്ച് നിന്റെ കാലിൽ ചങ്ങലയില്ല, പക്ഷേ ആമത്തിലിട്ടതുപോലെ നിന്റെ യാത്രകളെ പോലും ബന്ധിച്ചിരിക്കുന്നുണ്ടോ? എങ്കിൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു നിനക്കൊരു അനുഭവം തരാൻ ഈ രാത്രി ദൈവം തീരുമാനിച്ചിരിക്കുക. ഈ വർഷത്തെ പുനലൂർ കൺവെൻഷനിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു പഴയ പാട്ട് തരാനല്ല, പഴയ കഥ കേൾക്കാനല്ല, ഒരു പുതിയ അനുഭവം തരാൻ. രക്തത്താലെ ജയമെടുത്തുകൊണ്ട് പറയാ, വിശ്വാസ ജീവിതത്തിൽ 40 വർഷം പിന്നിട്ടവരെ, 50 വർഷം പിന്നിട്ടവരെ, 48 വർഷം പിന്നിട്ടവരെ, ഇതുവരെ അനുഭവിക്കാത്ത രീതിയിൽ ദൈവത്തെ ഒന്ന് അനുഭവിച്ചറിയണമെന്ന്, ദൈവത്തെ ഒന്ന് അടുത്തറിയണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ ഇന്ന് രാത്രി പുതിയ അനുഭവങ്ങൾക്ക് വഴിമാറട്ടെ. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവരൊക്കെ അനുഭവത്തിൽ നിന്നാ പേര് വിളിച്ചത്. ഇവിടെ പത്രോസ് കർത്താവിനെ വിളിച്ചിരിക്കുന്ന പേരാണ്. 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അതിന്റെ അടുക്കലെന്നല്ല, അവന്റെ അടുക്കൽ. സ്തോത്രം, ഹല്ലേലൂയ. ജീവനുള്ള കല്ല്, മറ്റാരും പറയാത്തൊരു പരിചയപ്പെടുത്തൽ. ഇത് പത്രോസിന്റെ അനുഭവത്തിൽ നിന്നാണ്. എനിക്ക് പത്രോസിന്റെ അനുഭവത്തെ തെളിയിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ മാക്സിമം ശ്രമിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു ഒരു വസ്തുവായിട്ടല്ല, ഒരു വ്യക്തിയായിട്ട്, പേഴ്സണാലിറ്റി കൊടുത്താണ് ആ കല്ലിനെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എഴുതിയത് ജീവനുള്ള കല്ലായ അത് എന്നല്ല, അവൻ. അപ്പൊ ഇവിടെ ഒന്നാമത് യേശുവിനെ അവതരിപ്പിക്കുന്നു ജീവനുള്ള കല്ല്. അവിടെയാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രസക്തമായ ഭാഗം കിടക്കുന്നത്. സ്തോത്രം, അതിലേക്ക് ഞാൻ ഒരു 5 മിനിറ്റെങ്കിലും തിരിച്ചോടി വരാം. എന്നാൽ സ്തോത്രം 3 വാക്കുണ്ടെന്ന് പറഞ്ഞല്ലോ, 2-ാമത്തതും കൂടി ഒന്ന് പരിചയപ്പെടുത്താം. കാരണം സ്തോത്രം, ഇനി ഈ പ്രസംഗം ഒന്നോടെ ഇവിടെ വന്ന് പ്രസംഗിക്കാൻ പറ്റിയല്ലോ, അതുകൊണ്ട് അങ്ങ് പറഞ്ഞ് തീർക്കാം, എന്നിട്ട് ഈ വാക്യത്തിലേക്ക് തിരിച്ചു വരാം. 2-ാമത് പത്രോസ് തൻ്റെ രക്ഷകനെ അവതരിപ്പിക്കുന്നത് ഈ അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലാണ്. 25-ാം വാക്യം ഒന്ന് നോക്കാമോ? 25-ാം വാക്യം, നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. അടുത്തത്, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയൻ. അടുത്ത വാക്ക് ആത്മാക്കളുടെ ഇടയനും അടുത്തത് അധ്യക്ഷനുമായവങ്കലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. സ്തോത്രം. മറ്റാരും പറയാത്ത ഒരു പരിചയപ്പെടുത്തൽ നമ്മുടെ കർത്താവിനെ, യേശുവിനെ പത്രോസ് അവതരിപ്പിക്കുകയാണ്. പണ്ട് നിങ്ങൾ തെറ്റിയുടയുന്ന ആടുകളായിരുന്നു. ഇപ്പോഴത്തെ ഗുണം എന്താ? സ്തോത്രം. ഇപ്പോഴത്തെ പ്രത്യേകത, നിങ്ങൾ ഇന്ന വിഭാഗത്തിലാണ്, ഇന്ന കൂട്ടരാന്നൊന്നുമല്ല വിഷയം. പിന്നെയോ, ഇപ്പോൾ അധ്യക്ഷന്റെ അടുക്കലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അധ്യക്ഷൻ. വേറെ ആരും യേശുവിനെ പഴയ നിയമ പുതിയ നിയമ ഭാഗങ്ങളിൽ അധ്യക്ഷൻ എന്ന പേരിൽ, ഇടയനെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്, രക്ഷകനെന്നും വിടുതൽ തരുന്നവനൊക്കെ. പക്ഷെ അധ്യക്ഷൻ വേറെ ആരും പറഞ്ഞിട്ടില്ല. സ്തോത്ര, ഹല്ലേലൂയ. യേശുവിനെ അവതരിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന്. യേശുക്രിസ്തു അധ്യക്ഷനാണ്. അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് പോലും പരിചിതമായിരിക്കുന്നൊരു വാക്കാണ്. സ്തോത്രം. വീട് വിട്ട് പുറത്തിറങ്ങാതെ, ആരുമായിട്ട് സമ്പർക്കമില്ലാതെ, കൂട്ടായ്മയും പ്രാർത്ഥനയും യോഗവും ഒന്നും കാണാത്തവർക്ക് ഒരു പക്ഷേ പിടികിട്ടിയല്ല. പക്ഷെ ഒരു യോഗത്തിലൊക്കെ പങ്കെടുക്കുന്നവർക്കറിയാം അധ്യക്ഷൻ ആരാണ്. ഇന്ന് രാത്രി ഈ യോഗത്തിന് അനുഗ്രഹിക്കപ്പെട്ടൊരു അധ്യക്ഷനുണ്ട്. സ്തോത്രം. ഞാൻ ബൈബിളിലെ കാര്യമല്ല പറയുന്നത്, ഈ രാത്രിയിലെ യോഗത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, മനസ്സിലാകാൻ വേണ്ടി. പ്രൗഢമായ രീതിയിൽ ഈ യോഗത്തെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് ആദ്യം ഞാൻ ഓർപ്പിച്ചതുപോലെ ക്രിസ്തുവിൽ എൻ്റെ സ്നേഹിതനായിരിക്കുന്ന പാസ്റ്റർ ബിജു പനന്തോപ്പാണ്. വളരെ ചടുലതയോടെ, കൃത്യനിഷ്ഠതയോടെ അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് ആ കാര്യം നിർവഹിക്കുക. നിങ്ങൾ ഓർത്ത് നോക്കി, ഈ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. രാത്രി യോഗത്തിന് അധ്യക്ഷൻ ഇല്ലാതിരുന്നെങ്കിൽ ഇതിൻ്റെ ഗതി എന്താവുമായിരുന്നു?
അത് അറിയണമെങ്കിൽ വലിയ ശവാടക്കനൊക്കെ പോകണം. അധ്യക്ഷൻ 2-3 അധ്യക്ഷൻ ഉണ്ടായിട്ട് ശവം ഉണങ്ങിയാൽ പോലും അടക്കാൻ കിട്ടിയാൽ പാൻ്റെ പിടിച്ച് വലിക്കുന്ന അധ്യക്ഷന്മാരുണ്ടായിട്ട് പോലും സ്വതന്ത്രം അറിയാലോ, എന്നിട്ട് പോലും സമയത്ത് നേരത്ത് നിൽക്കുകയല്ല. അപ്പോൾ ഒരു അധ്യക്ഷനുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയുണ്ടാവും അല്ലേ? ഒരു പക്ഷേ ഇതിൻ്റെ ചുമതലപ്പെട്ടവരൊക്കെ വൈകുന്നേരം വരെ ഇവിടെ നിന്നിട്ട് അവർ വീട്ടിൽ പോയി ഒരുങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്ക് 5-10 മിനിറ്റൊക്കെ ലേറ്റായി കാണും. പക്ഷെ അധ്യക്ഷൻ കൃത്യസമയത്ത് ഇവിടെ എത്തും. എത്ര മണിക്ക് പ്രാർത്ഥിച്ചു തുടങ്ങണം, ആര്, ഒരുപക്ഷെ ഇതൊരു സെൻട്രൽ കൺവെൻഷൻ ആയതിൻ്റെ പേരിൽ ഇതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി ഇതെല്ലാം പ്രിന്റ് ചെയ്ത് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കാമെന്ന് എനിക്കറിയാം. എങ്കിലും ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ആര് ഇവിടെ പ്രാർത്ഥിക്കണം, എത്ര പാട്ട് പാടണം, എത്ര നേരം പാടണം, എപ്പോൾ പാടണം, അത് കഴിയുമ്പോൾ ആരൊക്കെ പ്രാർത്ഥിക്കണം, സ്വോത്രകാഴ്ച എപ്പോൾ എടുക്കണം, പ്രസംഗികനെ എപ്പോൾ വിളിക്കണം, എപ്പോൾ ഈ യോഗം നിർത്തണം, ഇതെല്ലാം തീരുമാനിച്ച് അതിന്റെ ചരട് പിടിക്കുന്നത് ഈ അധ്യക്ഷനാണ്. സ്വോത്രം മനസ്സിലായോ? യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ കിട്ടിയാൽ സ്തോത്രം, ആരാധിക്കാൻ ഒരു ആരാധനാമൂർത്തിയോ കാണാൻ കൊള്ളാവുന്ന ഒരു സുന്ദര രൂപതയോ കിട്ടിയെന്നുള്ളതല്ല വിഷയം. പിന്നെയോ ആരുടെ കുടുംബത്തിൽ യേശു കയറിയോ ആ കുടുംബത്തിനൊരു അധ്യക്ഷനുണ്ടായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി പെന്തിക്കോസിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരുപാട് പ്രാർത്ഥിച്ച് നാടറിഞ്ഞോ നാടറിയാതെയോ നാട് വിട്ട് ദൂരെ പോയി പ്രാർത്ഥനാ കൂടാരങ്ങളിലൊക്കെ പോയി രഹസ്യത്തിനും പരസ്യത്തിനും പ്രാർത്ഥിച്ചിട്ട് ഒരു ഗതിയും പിടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പച്ചയ്ക്ക് പറയുക, രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു തരാം, യേശുവിനെ അധ്യക്ഷനാക്കണം. ഹല്ലേലൂയ. യേശുവിനെ അറിയാന്ന് പറയുകയല്ല, യേശുവിനെ അറിയുന്നവരെ കൂട്ടരെ അറിയാന്ന് പറയുകയല്ല, യേശുവിന്റെ ദാസന്മാരെ അറിയാന്ന് പറയുകയല്ല. ജീവിതത്തിൽ യേശു അധ്യക്ഷനായാൽ ജീവിതത്തിനൊരു ക്രമീകരണം വരും. ജീവിതത്തിനൊരു ക്രമീകരണം വരും. സ്തോത്രം. അത്രയ്ക്ക് കരുത്തനാണ് അധ്യക്ഷൻ. ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ഓർക്കുന്നില്ലേ? കടലുമായിട്ട് മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രായം മുതൽ കടലിനോട് മല്ലടിച്ച് കടലിന്റെ സകല പൾസും അറിയാവുന്ന, ചാകരയും തിരയിളക്കവും മീനുള്ള ദിവസവും മീനില്ലാത്ത ദിവസമൊക്കെ നന്നായി അറിയാവുന്ന, സ്വോത്ര കടൽ മുക്കുവനായിരിക്കുന്ന പത്രോസും കൂട്ടരും ഒരു രാത്രി മുഴുവൻ വല വീശിയിട്ട് ഒരു ചെറുമീൻ പോലും കിട്ടാത്ത രാത്രിയുടെ പ്രഭാതത്തിൽ ഈ പറയുന്ന കർത്താവ് പടകിനകത്തേക്ക് വന്നു കയറി. വിനീത മനസ്സുള്ളവനായി അപേക്ഷയാചകനെ പോലെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, പടകൊരൽപ്പം വെള്ളത്തിലേക്ക് ഒരു അപരിചിതനെ പോലെ നീക്കിയിടാമെന്ന് ചോദിച്ചു. നീക്കിയിട്ടു. അല്പസമയം വചനം പറഞ്ഞതിന് ശേഷം സ്വോത്രം കർത്താവ് യേശുക്രിസ്തു ആ പടകിനകത്തൊരു അധ്യക്ഷനെ പോലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയെറിയ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 250 കൊല്ലത്തെ വല്യപ്പച്ചന്റെ കാലം മുതൽ കടലുമായിട്ട് പഴക്കമുണ്ടെന്ന് പറയുന്നതിനേക്കാൾ അധ്യക്ഷൻ പറയുന്നത് അനുസരിക്കുന്നതാണ് എനിക്ക് വിജയമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി എവിടെയെങ്കിലും നിന്ന് ഈ വഴിയോരത്ത് നിന്നാണെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ രാത്രിയാണ്. സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, നിന്റെ ഗതി തിരിച്ചുവിടുന്ന രാത്രിയാണ്, നിന്റെ പട്ടിണി മാറുന്ന രാത്രിയാണ്, നിന്റെ അപജയങ്ങൾ തീരുന്ന രാത്രിയാണ്, നിന്റെ തകർച്ച മാറുന്ന രാത്രിയാണ്. കഠിനാധ്വാനത്തിന് ഫലം കാണത്തക്ക രീതിയിൽ യേശു അധ്യക്ഷനായാൽ ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ശക്തമായി പറയുന്നു, ഒരധ്യക്ഷനില്ലാതെ ആത്മീകം കളിക്കരുത്. ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുക. ഒരധ്യക്ഷനില്ലാതെ ആത്മീകം അഭിനയിക്കരുത്. ഇന്ന് രാത്രികാലം ഈ യോഗത്തിനൊരു അധ്യക്ഷനുള്ളത് പോലെ ആത്മീക ജീവിതത്തിനൊരു അധ്യക്ഷനുണ്ട്, ക്രിസ്തീയ ജീവിതത്തിനൊരു അധ്യക്ഷനുണ്ട്. അത് നാട്ടുകാർ പറയുന്ന കേട്ടിട്ടല്ല, കുടുംബയോഗക്കാർ പറയുന്ന കേട്ടിട്ടല്ല. എന്റെ അധ്യക്ഷൻ എന്ത് പറയുന്നു അവൻ പറയുന്നതാണ് എനിക്ക് വലുത്. അത് അതത് സമയത്ത് ചെയ്താൽ ജീവിതം ഭംഗിയാകും. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഞാൻ പറയാം, കർത്താവിനെ അറിയുന്നു എന്ന് പറയുന്നതിനേക്കാൾ അവനെ അനുഭവിക്കാൻ തയ്യാറാകണം.
ഞാനത് പറയുമ്പോൾ അവസാനം പ്രാർത്ഥിക്കാനൊക്കെ ചിലപ്പോൾ ഒത്തുന്നിരിക്കുകയല്ല, കാരണം വചനം പറഞ്ഞ് തീരെയല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഇപ്പോഴേ ഇത് കേൾക്കുമ്പോൾ പ്രാർത്ഥിച്ചോളണം, കർത്താവേ, ഞാൻ എന്തോ ആവർത്തിച്ച് പറയുന്നു, ഇന്ന് രാത്രിക്കാലം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, പ്രായമെത്തിയവർ, കുടുംബസ്ഥരായി ദൂരത്തെവിടെയോ ജീവിക്കുന്നവർ, അവരുടെ വിഷയങ്ങളിൽ മനം നൊന്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, എൻ്റെ കുഞ്ഞിൻ്റെ കുടുംബത്തിൻ്റെ അധ്യക്ഷനായി ഇന്ന സ്ഥലത്ത് ദൈവം ഇറങ്ങണം. അവരെന്നെ പോലെ പ്രാർത്ഥിക്കുന്നവരൊന്നും അല്ല, പക്ഷെ ദൈവമേ, എൻ്റെ കർത്താവേ, നീ അവരുടെ അധ്യക്ഷനാകണം. ശൂന്യമായ പടകുമായി നിൽക്കുന്ന ഏത് രാജ്യത്താന്ന് എനിക്കറിയില്ല, ദൈവം പറയുന്നു, അതിന്റെ അധ്യക്ഷനായി മാറിയാൽ ശൂന്യതയോടെ മടങ്ങേണ്ടി വരില്ല, ദൈവം നിറച്ചു മടക്കും. ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിൻ്റെയോ ജീവിതത്തിൻ്റെയോ അധ്യക്ഷനായി കർത്താവ് വന്നാൽ പിന്നെ കംപ്ലീറ്റ് കൺട്രോളും കർത്താവിനാ. പിന്നെ കർത്താവാണ് നിശ്ചയിക്കുന്നത്. ഒരു തെളിവോടെ പറയാം, ആ ഭാഗത്ത് എവിടെയൊക്കെ ദൈവത്തിൻ്റെ ദൂത് കിടക്കുന്നത് കൊണ്ട്. സ്തോത്രം. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ യായിറോസിനെ, 12 വയസ്സുള്ള തൻ്റെ കൊച്ചുമകൾ, ആ മകളുടെ നിര്യാണത്തോടടുക്കുക, ഊർത്തശ്വാസം വലിച്ചു കിടക്കുന്ന മരണക്കിടക്കയിൽ, പള്ളിപ്രമാണിയാണ് അദ്ദേഹം, അവസാനത്തെ നിമിഷം വരെയും പള്ളിപ്രമാണത്തൊക്കെ പിടിച്ചുകൊണ്ട് അദ്ദേഹം പിടിച്ചു നിന്നു. മരണം സുനിശ്ചിതമായ സന്ദർഭത്തിൽ ആരോടും പറയാതെ, ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ ആ രംഗം ഞാൻ നാടകവേദിയിലെ രംഗങ്ങൾ പോലെ കാണും. അപ്പം ഞാൻ ആ ഭാഗം വായിച്ച് മനസ്സിലാക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞ ചിത്രം ഞാൻ അതുപോലെ പുനരൂരുള്ള ദൈവമക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഒരുപക്ഷെ എൻ്റെ ഭാവന ശരിയെങ്കിൽ സ്തോത്രം, ഈ കുഞ്ഞ് അവസാന നിമിഷത്തിലേക്ക് പൾസ് താന്നു പോകുക. ആ സമയത്ത് ലാസ്റ്റ് മണിക്കൂറുകളിലേക്ക് വന്നപ്പോൾ ആരോടും പറയാതെ യായിറോസ് സ്തോത്രം യേശുവിനെ തപ്പിയിറങ്ങി. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ആരോടെങ്കിലും പറഞ്ഞാൽ ഒരുപക്ഷെ പോക്ക് നടക്കുകയില്ല. സ്തോത്രം. പണ്ട് ഇസഹാക്കിനെ കൊണ്ട് അബ്രഹാം യാഗത്തിന് പോയതുപോലെ, സാറയോട് പോലും പറഞ്ഞിട്ട് പോകാതിരുന്നത് പോലെ, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നിധി നിന്നുകൊണ്ട് പറയാം, ചില തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ ഒക്കെയല്ല. ഇന്ന് രാത്രിക്കാലം നിന്റെ മനസ്സിൽ തോന്നുന്നെങ്കിൽ, യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇനി വേറെ ഒന്നുകൊണ്ടും, പണം കൊണ്ടോ, പ്രമാണിത്വം കൊണ്ടോ, കുടുംബശ്രേഷ്ഠത കൊണ്ടോ, വിദ്യാഭ്യാസം കൊണ്ടോ, ടെക്നോളജി കൊണ്ടോ, ശാസ്ത്രം കൊണ്ടോ രക്ഷപ്പെടത്തില്ലെന്ന് തോന്നാൻ തുടങ്ങിയെങ്കിൽ, ഇനി കൂടുതൽ അഭിപ്രായം കേൾക്കരുത്, ഇനി ആരോടും ആലോചന ചോദിക്കരുത്. നിന്റെ തീരുമാനം ഉറപ്പാക്കി യേശുവിന്റെ അടുക്കലേക്ക് വാ. ഇറങ്ങി തിരിച്ചു, കർത്താവിനെ കണ്ടെത്തി. കർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. കൂട്ടിക്കൊണ്ടുവരുന്ന വഴിക്കാണ് നിർഭാഗ്യവശാൽ ആ യാത്ര വീട്ടിലെത്തുന്നതിനേക്കാൾ മുമ്പ് വീട്ടിൽ നിന്നൊരാള്, ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വന്നിട്ട് വഴിയിൽ വെച്ച് യായിറോസിനോട് പറഞ്ഞു, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തണ്ട, ബാല മരിച്ചുപോയി. വീട്ടിലെത്തിയില്ല, യേശുവിനെ കണ്ടു, വിളിച്ചു, യേശുവിനെ കൈ കിട്ടി. പക്ഷേ പകുതി എത്തിയപ്പോഴേക്കും യേശുവിനെ കിട്ടിയിട്ടും പ്രയോജനം ഇല്ലാതെയായി പോയി എന്നൊരു തോന്നലിലേക്ക് യായിറോസിനെ കൊണ്ടെത്തിച്ചു. നിങ്ങൾക്കതിൻ്റെ ഗൗരവം മനസ്സിലാകണമെങ്കിൽ, 12 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് മരിച്ചുപോയിന്ന് വഴിയാത്രയുടെ മധ്യത്തിൽ വെച്ച് വാർത്ത കേൾക്കുന്ന ഒരപ്പൻ്റെ മനസ്സ് നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലാവോ? കൊട്ടാരക്കരയിൽ നിന്ന് പുനലൂർക്ക് വരുന്ന വഴിക്ക് സ്തോത്രം, പുനലൂർ എത്തുന്നതിനേക്കാൾ മുമ്പ് പെട്ടെന്ന് ഫോൺ വരികയാണ്, കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അപ്പൻ്റെ മനസ്സും ചങ്കിടിപ്പും ഒക്കെ ഒന്ന് കാണാൻ പറ്റുമോ? സംഭവിക്കാതിരിക്കട്ടെ. സ്തോത്രം. സ്തംഭിച്ചു നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് യേശു ക്രിസ്തു യായിറോസിനോട് പറഞ്ഞു, യായിറോസെ, ഭയപ്പെടരുത്, എല്ലാ വഴി അടഞ്ഞു, ഇനി ഒരു വഴിയുണ്ട്. ആ വാക്കിങ്ങനെയാണ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാൻ നിങ്ങളോട് പറയാം, എല്ലാം തീർന്നെന്ന് തോന്നുമ്പോൾ ഒരു വഴി ബാക്കി ഉണ്ടാവും. ചില കാര്യത്തിന് വിശ്വാസം മാത്രമേ ഫലിക്കുള്ളൂ.
അതിന് ഈ ലോകം സൂപ്പർസോണിക് അല്ല, അതിനേക്കാൾ വലിയ കണ്ടുപിടുത്തങ്ങൾ. ഇന്നത്തെ പത്രത്തിലൊക്കെ കണ്ടോ, മനുഷ്യന്റെ തലച്ചോറിനകത്ത് ചിപ്പ് വെച്ചാൽ കമ്പ്യൂട്ടറിനെ പോലും മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമെന്ന്. ആ നിലവാരത്തിലേക്കൊക്കെ വന്നാലും ഞാൻ നിങ്ങളോട് പറയാ, എത്ര ഉയർന്നാലും മനുഷ്യന്റെ ചില വിഷയത്തിന് ദൈവത്തിങ്കലെ വിശ്വാസമല്ലാതെ പരിഹാരമില്ലെന്ന് എത്ര വലിയ വാർത്ത വന്നാലും ഞങ്ങൾ ലജ്ജയില്ലാതെ പറയും. കാരണം ഏത് വലിയ മുതലാളിക്കും ദൈവത്തെ വിശ്വസിക്കേണ്ട സമയം വരും. ഹല്ലേലൂയ. യേശു പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാൻ ആ ഭാഗത്തെ ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചു. എന്നെ ശ്രദ്ധിച്ചു കേട്ടോ. ഇന്ന് രാത്രി അവസാന ഭാഗത്തേക്ക് എത്തിയ ഞാൻ. സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, സ്തോത്രം. ഇവിടെ വരെയും, ഈ യാത്രയിൽ ഇവിടെ വരെയും യായിറോസ് യേശുവിനെ കൊണ്ട് വന്നു, ഇവിടെ വരെ. പക്ഷെ കുഞ്ഞു മരിച്ചു എന്ന വാർത്ത കേട്ടതോടുകൂടെ യായിറോസ് സ്തംഭിച്ചു. സന്ധികൾ, നാടിഞരമ്പുകൾ തളർന്നുപോയി. അവിടെ മുതൽ അങ്ങോട്ട് യായിറോസ് യേശുവിനെ കൊണ്ടല്ല, യേശു യായിറോസിനെ കൊണ്ട് പോവുക. ഇന്ന് രാത്രിക്കാലം ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് നേരെ വില ചൂണ്ടി പറയാം. താങ്ങാനാവാത്ത വേദന കൊണ്ടാണ് ഇന്ന് രാത്രിക്കാലം ഈ വെള്ളമേക്കട്ടിയുള്ള പന്തലിന് കീഴെ വന്നില്ലെങ്കിലും, ഈ പരിസരത്ത് എവിടെയെങ്കിലും വണ്ടിയിലിരുന്ന കേൾക്കുന്നതെങ്കിലും, ഇന്ന് രാത്രി ഇവിടെ വരെ നീ യേശുവിനെ കൂട്ടിക്കൊണ്ട് വന്നു കാണും. പക്ഷെ ഇവിടെ മുതൽ നീ മനസ്സ് വെച്ചാൽ നിന്നെ കൊണ്ട് യേശു നടക്കുന്നൊരു ജീവിതമുണ്ട്. ജീവിതത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് ഇന്ന് രാത്രി ആരെയൊക്കെയോ സ്വർഗം പിടിച്ചു കയറ്റുകയാ. യേശു എന്നോട് പറയുന്നു, നീ മടുത്തു കാണൂ, നീ തോറ്റു കാണൂ, നീ തീർന്നു കാണൂ, നീ അവസാനിപ്പിച്ചു കാണൂ, നീ തളർന്നു കാണും. പക്ഷേ യേശു നിന്നെ വിടുകയില്ല. യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിന്റെ അമിത പ്രേരണയാൽ നിങ്ങളുടെ ചരണമേൽ ദൈവത്തിന്റെ കരമിറങ്ങുന്നത് പോലെ ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയാ, ഇന്ന് രാത്രികാലം നീ തീർന്നെന്ന് പറഞ്ഞ വിഷയത്തിൽ, നീ നിന്നുപോയ നിന്റെ കുടുംബം, ഹല്ലേലൂയ, സ്റ്റക്കായി പോയ വിഷയത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇവിടെ മുതൽ നീയല്ല, നിന്റെ പണമല്ല, നിന്റെ കഴിവല്ല, ഇവിടെ നീ ആരാധിച്ച യേശു, നീ ഏറ്റെടുത്ത രക്ഷകൻ, നീ കൈക്കൊണ്ട നായകൻ, നിന്റെ വീണ്ടെടുപ്പുകാരൻ. ജനുവരി 31 രാത്രി, ഓർത്തിരിക്കാൻ എളുപ്പമുള്ള രാത്രി, ഇന്ന് രാത്രി അലറിക്കരഞ്ഞോണ്ട് ഞാൻ മടുത്തു ദൈവമേ, മരിക്കാൻ എനിക്ക് ഭയമാണ്, ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയില്ല എന്ന് ദൈവത്തോട് കരയുന്ന ആരോടോ സ്വർഗം പറയുന്നു. ആ കുടുംബത്തിന്റെ പ്രതിനിധിയായി ഇന്നിവിടെ വന്നിരിക്കുന്നവരോട് സ്വർഗം പറയുന്നു. വീട്ടുകാർ യേശുവിനെ വിടാനാ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? വീട്ടിൽ നിന്ന് വന്ന് ആ മനുഷ്യൻ പറഞ്ഞത് യേശുവിനെ വിട. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വർഗത്തിലെ വെളിപ്പാട് ഞാൻ പറയാം. കരിവേലകത്തിന്റെ ചൂട്ടിൽ മിദ്യാനിൻ കൊയ്തോണ്ട് പോയ നന്മകൾ ഓർത്ത് നെഞ്ചുരുകി. സ്തോത്രം. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കിത് പറ്റുമോ എന്ന് നീ പ്രസവിച്ച നിന്റെ സന്തതി തിരിച്ചു ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടി നിൽക്കുന്നവരോട് സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, നിന്നെ വഴിയിലിട്ടേച്ച് പോകാൻ യേശുവിന് മനസ്സില്ല. നിന്റെ വീട്ടുകാരോ കുടുംബയോഗക്കാരോ കമ്മിറ്റിക്കാരോ യേശുവിനെ വിട്ടേക്കാൻ പറഞ്ഞാലോ അവൻ നിന്നെ വിടുകയില്ല എന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൂത് പറയോ. പൊട്ടട്ടെ ചില കുടുംബങ്ങളുടെ മേൽ കിടക്കുന്ന എല്ലാ ദുഷ്ട വ്യാപാരങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരട്ടെ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്റെ ഹൃദയത്തിൽ കിട്ടിയ വെളിപ്പാട് പോലെ ദൈവത്തിന്റെ വചനം ചില വിഷയങ്ങളിൽ കയറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചു ദൈവത്തോട് നന്ദി പറഞ്ഞേ ഒരുമിച്ച് ദൈവത്തോട് സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ഒരത്ഭുത രാത്രിയാണ്. നിന്നോട് പലരും പറഞ്ഞു, ഇനി യേശു എന്തിനാ കൊച്ചു മരിച്ചില്ലേ, നിനക്ക് കടം വന്നു, ജപ്തി വന്നില്ലേ, ക്യാൻസർ വന്നില്ലേ, ഇനി യേശു എന്തിനാ അവനെ വിട്ടേരെ.
എന്ന് പല വിഷയങ്ങളും നിനക്കെതിരെ വിധി പറയുമ്പോൾ സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, പാതി വഴി നീ എന്നെ കൊണ്ട് വന്നെങ്കിൽ നിന്നെ ഞാൻ വിടിയേല. യേശു പറയുന്നു, ഇന്ന് രാത്രി നിന്റെ വീട്ടുകാരൻ്റെയോ കൊച്ചപ്പൻ്റെയോ ഉപ്പാപ്പൻ്റെയോ നിന്റെ തലയ്ക്ക് മീതെ നിന്ന് വിധി പറഞ്ഞ് വിധി കർത്താവിൻ്റെയോ വിധി അനുസരിച്ച് ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആരോടോ ദൂത് പറയുന്നുണ്ട്. സ്വർഗം പറയുന്നു, ഇന്ന് രാത്രി അവൻ അധ്യക്ഷനായി വന്നിട്ടുണ്ട്. അവൻ നിന്നെ ഏറ്റെടുത്തിട്ടുണ്ട്, നിന്റെ കുടുംബത്തെ കൈക്കൊണ്ടിട്ടുണ്ട്. ഇനി അവൻ നിന്നെ വിടുകയില്ല. കൃപ ലഭിച്ച ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ച് നന്ദിയോടെ ഏതൊക്കെയോ വലിയ വിഷയങ്ങൾ ദൈവദാസന്മാരെ ഞാൻ ആത്മാവിൽ വെറുതെ ഓളം വെക്കുകയല്ല, പക്ഷെ ദൈവാത്മാവ് എന്നോട് പറയുന്നു, കർത്താവിന്റെ കരം ഇന്ന് രാത്രി നിന്റെ സങ്കടം അറിയുന്ന, നിന്റെ വേദന അറിയുന്ന, നിന്റെ കൂട്ടുപ്രവർത്തകന് മനസ്സിലാകുന്നില്ല, നിന്റെ ജീവിത പങ്കാളിക്ക് പിടികിട്ടുന്നില്ല, പക്ഷെ യേശുവിന് മനസ്സിലായി നീ ആകപ്പാടെ തകർന്നെന്ന്. അവിടെ വെച്ച് അടുത്ത വണ്ടി കയറി പോകാൻ കർത്താവിന് കഴിയേല. അവിടെ മുതൽ യേശു യായിറോസിനെ നയിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, യേശു അധ്യക്ഷനായാൽ ആ വീട് കർത്താവ് ഏറ്റെടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. യേശു യായിറോസിനെയും കൊണ്ട്, യായിറോസ് യേശുവിനെയും കൊണ്ടല്ല, യേശു യായിറോസിനെയും കൊണ്ട് യായിറോസിന്റെ വീട്ടിൽ ചെന്ന് കയറി. യേശു ആ വീട്ടുകാർക്ക് ബന്ധുവല്ല. സ്തോത്രം. യഹൂദ മതം, അദ്ദേഹം ഒരു പള്ളിപ്രമാണിയാണ്. ഒരു പ്രമാണിയുടെ വീട് നിങ്ങൾക്ക് മനസ്സിൽ കാണാം. യഹൂദന്റെ അന്നത്തെ നിയമം അനുസരിച്ച് യേശുവിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളുകയല്ല. യേശുവിനെ കൈക്കൊള്ളുന്നവനെയോ യേശുവിന്റെ കൂട്ടായ്മയ്ക്ക് പോകുന്നവനെയോ പള്ളി ഭ്രഷ്ടനാക്കണമെന്ന യഹൂദന്റെ പള്ളി നിയമം. യേശു വന്ന വീട്ടിൽ കയറി. അവിടെ ഇരിക്കുന്ന അധികം പേർക്ക് യേശുവിനെ അറിയില്ല. കാരണം യേശു, സ്തോത്രം, യഹൂദന്റെ ഹീറോ അല്ല. അവരുടെ കണ്ണിൽ കരടാണ്. ആ വീട്ടിലേക്ക് കയറി വന്ന വഴി കർത്താവ് പറയുകയാണ്, ആരും കരയണ്ട, ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. ഇത് കേട്ട മാത്രയിൽ ആൾക്കാരെല്ലാം കൂടി പറഞ്ഞു, ഇയാൾ ആരാ? യേശുവിനെ കുറിച്ച് അവർ പറഞ്ഞ വാക്ക് ഞാനിവിടെ പറയുന്നില്ല, കാരണം എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എൻ്റെ കർത്താവിനെ കുറിച്ച്. സ്തോത്രം. യേശു പറഞ്ഞു, ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. എല്ലാവരും പറഞ്ഞു, താടി കൂട്ടിക്കെട്ടിയത്, മൂക്കിൽ പഞ്ഞി വെച്ചതും കാലിന്റെ പെരുവിരൽ കൂട്ടിക്കെട്ടി വെള്ള പുതപ്പിച്ചതും മരണം ഉറപ്പാക്കിയതിന് ശേഷമാണ്. നാട്ടുകാരും വീട്ടുകാരും പരിചയമുള്ളവരും പറയുന്നു ബാല മരിച്ചു. യേശു മാത്രം പറയുന്നു മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. ഇതിലാര് പറയുന്ന ശരി? നാട്ടുകാർ പറയുന്നു മരിച്ചെന്ന്, യേശു പറയുന്നു, ആര് പറയുന്ന? നമുക്ക് യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ എല്ലാവരും കൂടി പറയും യേശു പറയുന്ന ശരിയെന്ന്. നാട്ടുകാർ പറഞ്ഞതാ ശരി. അതിൻ്റെ കാരണം എന്താ? ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിന് മുഖത്ത് വെള്ളം ഒഴിച്ച് എഴുന്നേപ്പിച്ചിട്ട് ഞാൻ 3 പേരെ ഉയർപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കള്ളക്കത്തരല്ലേ? യേശു 3 പേരെ ഉയർപ്പിച്ചെന്നല്ലേ നമ്മളും പ്രസംഗിക്കുന്നത്. അപ്പോൾ കൊച്ചു ഉറങ്ങിയിട്ട് ഉണർത്തിയതാണെങ്കിൽ അത് ഉയർപ്പിക്കലാവോ? കൊച്ചു മരിച്ചതാ. പക്ഷെ ഞാനൊരു ദൂത് പറയാം, യേശു അധ്യക്ഷനായ വീട്ടിൽ മരണമെന്നൊരു വാക്കുപോലും ഉപയോഗിപ്പാൻ യേശുവിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ലാസറിന്റെ വീട്ടിൽ ചെന്നപ്പോഴും യേശു പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാര് പോലും വിചാരിച്ചു ഉറക്കമായിരിക്കും. അങ്ങനെ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം, മനസ്സിലായോ? നീ ചാവുന്നതിനേക്കാവുമ്പോൾ റീത്ത് വെക്കാൻ തയ്യാറായിരിക്കുന്നവർ നിന്റെ വീട്ടിൽ കാണും. പക്ഷെ യേശുവിനെ കൈക്കൊണ്ടാൽ മരണമെന്നൊരു വാക്ക് പോലും യേശു ഉപയോഗിക്കുകയല്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശുവിനെ അധ്യക്ഷനാക്കിയാൽ സ്തോത്രം, അവർക്ക് മരണമില്ല, മരിച്ചാലും അവർ ജീവിക്കും. ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞ് ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് അവസാനിപ്പിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. 3-ാമത്തെ പേരും പറയാൻ എനിക്ക് താല്പര്യമില്ല, കാരണം അവിടേക്ക് കടന്നാൽ ഇത്രയും സമയം കൂടി എടുക്കേണ്ടി വരും. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെ പറയാമെന്ന കാര്യം പറയാം. യേശു അധ്യക്ഷനായാൽ വീടിന്റെ കംപ്ലീറ്റ് കൺട്രോൾ യേശു ഏറ്റെടുക്കുന്നു. യേശു അകത്തേക്ക് ചെല്ലുമ്പോൾ ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുക. 12 വയസ്സുള്ള കുഞ്ഞിനെ പുതപ്പിച്ച് കടത്തിയിരിക്കുന്ന ആ മൃതശരീരത്തിന് ചുറ്റുമിരുന്നുകൊണ്ട്, ഇന്നത്തെ കാലമല്ല, പണ്ടത്തെ കാലം, മോർച്ചറിയില്ലാത്ത
ദൂരെ നിന്നും ആരും വരാനില്ലാത്ത ആ കാലഘട്ടങ്ങളിൽ മരിച്ചു കിടക്കുന്ന കുഞ്ഞിൻ്റെ ചുറ്റും ആ നാട് മുഴുവനുണ്ട്. ഭയങ്കര തിരക്കാണ്. ആ വീടും തിങ്ങി നിറഞ്ഞ ആളുകൾ കരഞ്ഞിരിക്കുമ്പോൾ യേശു അകത്തേക്ക് കയറിയിട്ട് പറയുകയാണ്, ഇവിടെ ഇരുന്ന് കരയുന്നവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം. ഈ കൊച്ചിന്റെ അപ്പനും അമ്മയും എൻ്റെ കൂടെ വന്നവരിൽ പ്രധാനികളായ 3 പേരും, അവരല്ലാതെ ആരും ഈ മുറിക്കകത്ത് നിൽക്കരുത്. ഞാൻ ചോദിക്കുന്നു, നമ്മുടെ വീട്ടിലാണെങ്കിൽ നടക്കൂ? ഇപ്പൊ യേശു ദൈവാന്നും പറഞ്ഞുകൊണ്ടൊന്നും അല്ല അവിടെ വന്നിരിക്കുന്നേ. വന്നപ്പോ തന്നെ യേശുവിന് ഭ്രാന്താന്ന് ആൾക്കാർ പറഞ്ഞില്ലേ? യേശു കയറിയിട്ട് പറയുന്നു, എല്ലാരും പുറത്തിറങ്ങണം, അപ്പനും അമ്മയും മാത്രം ഇവിടെ നിന്നാ മതി. എൻ്റെ കൂടെ വന്നവരിൽ 3 പേരും മാത്രം. സ്തോത്രം. ഞാൻ അക്ഷരങ്ങൾ മുഴുവൻ അരിച്ചു പറിച്ചു നോക്കി. ഒരമ്മാച്ചനും ഒരു ഉപ്പാപ്പനും ഞാൻ പോവൂലെന്നും പറഞ്ഞ് അവിടെ നിന്നതായിട്ട് ഞാൻ കണ്ടില്ല. യേശു പറഞ്ഞപ്പോൾ ആ മുറി വിട്ട് വീട് വിട്ട് പുറത്തിറങ്ങി. സ്തോത്രം. അതാ അധ്യക്ഷൻ. ഞാൻ ഇന്ന് രാത്രി പറയാം, യേശുവിനെ അധ്യക്ഷനായി സ്വീകരിച്ചാൽ നിന്റെ വീട്ടിൽ ഇനി ആര് കരയണം ആര് കരയണ്ട എന്ന് തീരുമാനിക്കുന്നത് നിന്റെ വീട്ടുകാരല്ല, നിന്റെ അയൽവക്കക്കാരല്ല, നിന്റെ കൂടെ ജീവിക്കുന്നവരല്ല, നീ സ്വീകരിച്ച യേശുവാണ്. കർത്താവ് തീരുമാനിക്കും നിന്റെ വീട് നീ വിലാപ വീടാകണോ, നിന്റെ വീട് മരണ വീടാകണോ, അത്ഭുത വീടാകണോ, നിന്റെ കുടുംബം സ്തോത്രം കണ്ണുനീരിന്റെ താഴ്വരയാകണോ, അതെയോ സന്തോഷത്തിന്റെ വലിയ മൊട്ടക്കുന്നാകണമോ എന്ന് തീരുമാനിക്കുന്നത് എവിടാന്നറിയാമോ? വഴിയോരത്തിരിക്കുന്ന യേശുവിനെ ചെന്ന് കണ്ടിട്ട് വീട്ടിൽ പോകുന്നവരല്ല, യേശുവിനെ അധ്യക്ഷനായി സ്വീകരിക്കുന്നവർ. ഇന്ന് രാത്രികാലം ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം മനഃപൂർവ്വമായിട്ട് ശ്രോത്രഹാല ഇടിച്ചു നിർത്തുന്ന പോലെ നിർത്തുന്നു. പത്രോസ് യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന 3-ാമത്തെ ഭാഗം ഞാൻ മനഃപൂർവ്വമായി പറയുന്നില്ല. ആദ്യത്തെ വാക്യത്തിനകത്ത് എൻ്റെ ദൂത് കിടക്കുന്നത് ശ്രോത്രഹാലലുയ ഏതാ? ശ്രോത്രം. യേശു ജീവനുള്ള കല്ലാണെന്ന്. അധ്യക്ഷൻ 100 വോൾട്ടിന്റെ ബൾബാണെങ്കിൽ ജീവനുള്ള കല്ല് 1000 വോൾട്ടിന്റെ ബൾബാണ്. ശ്രോത്രം. അതിനകത്ത് ആ ദൂത് കിടക്കുന്നേ. പക്ഷെ ഇന്ന് രാത്രി സമയം തീർന്നു. എങ്കിലും വന്ന് നിങ്ങൾക്ക് നഷ്ടമായില്ലെന്ന് വിചാരിക്കുന്നു. ശ്രോത്രം. സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടും പിന്നെ എന്നെ പ്രസംഗം പഠിപ്പിച്ച ആൾ പറഞ്ഞിട്ടുണ്ട്, മുഴുവൻ പറയാതിരിക്കുവാണെങ്കിൽ അടുത്ത കൊല്ലവും വിളിക്കുമെന്ന്. ശ്രോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം നിർവാഹമില്ല, നിർത്തുകയാണ്. ശ്രോത്രം. ചുമ്മാ പറഞ്ഞാട്ടോ, അങ്ങനെയൊന്നുമില്ല. ശ്രോത്രം. ഇവിടെ അവസാനിപ്പിക്കുക. എന്താണെങ്കിലും ഇത്രയും കിട്ടിയിരുന്നു. ശ്രോത്രം. യേശു അധ്യക്ഷനായാൽ നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറും. ഇനി നിന്റെ വീട്ടിൽ ആര് വരണം ആര് വരരുത്, ആര് കരയണം ആര് കരയരുത്, ഇത് തീരുമാനിക്കുന്നത് യേശു ആയിരിക്കും. അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതമുണ്ട്. യേശു അധ്യക്ഷനാകുന്ന ഒരു ക്രിസ്തീയ ജീവിതം. അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവരെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാൻ എൻ്റെ അകത്ത് പ്രേരണയുണ്ട്. അവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാം. നിങ്ങൾ ഇതോടെ കേൾക്കണം. നിങ്ങളിത് വിശ്വസിക്കുകയാണെങ്കിൽ കേൾക്കണം. യേശുക്രിസ്തു മരണവീട്ടിൽ ചെന്നിട്ട് മരിച്ചു കിടക്കുമ്പോൾ ഈ വീട്ടിൽ ആര് വരണം ആര് പോകണം ആര് കരയണം ആര് കരയരുതെന്ന് നിശ്ചയിക്കാൻ തൻ്റെ ഇടമുള്ളവനാണ് കർത്താവെങ്കിൽ, ഇത് കേട്ട് കൈ ഉയർത്തി ആമീൻ പറഞ്ഞിട്ട് ഞായറാഴ്ച സെൻട്രൽ കൺവെൻഷൻ തീർന്ന് അടുത്ത ആഴ്ച ആരെങ്കിലും സഞ്ചിയും തൂക്കി വന്നിട്ട് വെള്ളിയാഴ്ച നിങ്ങളുടെ വീട്ടിൽ കൂടെ വരുത്തുപോക്കുണ്ട്, ഞായറാഴ്ച കട്ടിലിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അന്നേരം ആരും അറിയാതെ പിന്നെ പായും മടക്കിക്കൊണ്ട് പോകരുത്. അന്നേരം പറഞ്ഞ പുള്ളിയോടെങ്കിലും പറയാൻ തൻ്റെ ഇടം ഉണ്ടായിരിക്കണം. സ്തോത്രം. എനിക്കൊരു അധ്യക്ഷനുണ്ട്. അധ്യക്ഷൻ അറിയാതെ ഒരു കാക്ക പോലും ഇതിലെ പറക്കുകയല്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടരാ ഞങ്ങള് എന്ന് പറയാനുള്ള തൻ്റെ ഇടം കൊണ്ട് ഈ 1-ാം ദിവസം പോകാവൂ. എന്റെ ജീവിതത്തെ യേശുവിന് സമർപ്പിച്ചാൽ, എന്റെ കുടുംബത്തെ ദൈവത്തിന് വിട്ടുകൊടുത്താൽ, അവൻ എന്റെ പടകിൽ അധ്യക്ഷനായി കയറിയാൽ ഇനി അവൻ തീരുമാനിക്കും ഈ കോമ്പൗണ്ടിൽ ആര് വരണം ആര് വരരുത്. സ്തോത്രം. അതിനുള്ള തൻ്റെ ഇടം ഈ അധ്യക്ഷനുണ്ട്. അത് വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തി സ്തോത്രം പറ.